അടിയന്തരാവസ്ഥയുടെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സഖാവ് പിണറായിയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞതുപോലെ കൂത്തുപറമ്പ് ലോക്കപ്പിലിട്ട് ശരീരമാസകലം ഒരു ഇഞ്ച് പോലും വിടാതെ മൃഗീയമായിട്ട് മർദ്ദിച്ചു. കമിഴ്ന്ന് കിടന്ന സഖാവ് പിണറായിയെ മല്ലന്മാരായ പോലീസുകാരെല്ലാം ശ്രമിച്ചിട്ടും മലർത്തി എടുക്കാൻ സാധിച്ചിട്ടില്ല. അടിച്ച് കാലൊക്കെ അടിച്ച് പൊട്ടിക്കുകയും അതിൻ്റെ പാടുകൾ ഇപ്പോഴും സഖാവ് പിണറായിയുടെ ശരീരത്തിൽ ഉണ്ട്. എത്രയോ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു, നിരവധി ആളുകളെ തല്ലിച്ചതച്ചു. ഇതെല്ലാം പുതിയ തലമുറ കാണുമ്പോൾ ഇനി ഈ പ്രസ്ഥാനത്തിലേക്ക് ആരും തന്നെ കടന്നു വരില്ല. ഈ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള കടന്നാക്രമത്തിൻ്റെ അനന്തരഫലം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് ഈ നിരന്തരമായ പീഡനത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിലേക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരില്ല എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിര മുഴുവൻ രൂപപ്പെട്ടു വന്നത് അടിയന്തരാവസ്ഥയുടെ ഊർജത്തിൽ നിന്നാണ്. ഞാനീ ഓരോരുത്തരുടെയും പേരൊന്നും പറയേണ്ട കാര്യമില്ല. അടിയന്തരാവസ്ഥയെ അഭിമുഖീകരിച്ച് എന്തിനേയും കൂസാതെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജമുണ്ടല്ലോ, ഒരു കരുത്ത്, ആ കരുത്ത് നേടിയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നിന്നവരാണ് ഇന്നത്തെ CPIM-ൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രമുഖരായ നേതൃനിരയാകെ. എല്ലാ പോരാട്ടങ്ങളെയും അടിച്ചമർത്താനാവുമെന്ന ധാരണ, എല്ലാ അർത്ഥത്തിലും ഭീകരാക്രമണത്തിന് വിധേയപ്പെടുത്തിയിട്ട് ഒതുക്കി നിർത്താം എന്ന അവരുടെ ധാരണ, അവരുടെ വിശ്വാസം, അത് നടക്കില്ല എന്ന് ഇന്ത്യയും കേരളവും സാക്ഷ്യപ്പെടുത്തുകയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് CPIM-ൻ്റെ കരുത്തുറ്റ പോരാളികളായി മുമ്പോട്ടേക്ക് വരികയും ചെയ്തത് ഈ അടിയന്തരാവസ്ഥയുടെ ഊർജം ചേർത്തുകൊണ്ടാണ് എന്ന് ഞാൻ അതുകൊണ്ടാണ് ഗൗരവവും പറഞ്ഞു വെച്ചത്.